2026 ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു. ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന വീഡിയോഗ്രാഫറെ ചവിട്ടിപ്പായിക്കുന്ന കാഴ്ചയാണിത്. ആ അമ്മയുടെ ദയനീയ അവസ്ഥ നോക്കിയാട്ടെ മുഖത്ത് ആ കുട്ടിയുടെ. ഇത്രത്തോളം ഒരു തെയ്യം ആൾക്കാരെ പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെ ഈ കാലഘട്ടത്തിൽ. ഇതെല്ലാം പൂർവികന്മാർ കൈമാറി വന്ന ആചാരപ്രകാരം കെട്ടിയാടിയ തെയ്യമാണിത്. മുമ്പുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയാണോ തെയ്യം കെട്ടിയാടിയതെന്ന് തോന്നിപ്പോകുന്നു. ഇത് കയ്യിൽ നിന്നെടുത്ത് ചെയ്യുന്നതാണോ എന്നാന്നറിയത്തില്ല. ഇത് കുറച്ച് ഓവറായി തോന്നുന്നു. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ. മനുഷ്യൻ്റെ നന്മക്കായിട്ടാണ് ദൈവരൂപങ്ങൾ കെട്ടിയാടാറുള്ള ദൈവങ്ങൾ ഭൂമിയിൽ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരുമുണ്ട്. നിറപുഞ്ചിരിയോടെ ഇതെല്ലാം സ്വീകരിക്കുന്നു ആൾക്കാർ, ഭക്തന്മാർ. പ്രായമുള്ള ആൾക്കാരെ വരെ തള്ളി മാറ്റുക, പേടിപ്പിക്കുക, ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് 2026 തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്നു. ഒരു തെയ്യം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവൽ നിന്നും കൈതക്കാട്ടിൽ പോയിട്ട് കൈതമരം കൊത്തിയിട്ട് വരുന്ന ചടങ്ങാണ് ഇത്. കണ്ടു ചിരിക്കാനുള്ള സംഭവമാണ് കേട്ടോ. ആൾക്കാർ ഓടുന്നതും പോവുന്നിതാ. എന്തിനാണ് ഇങ്ങനെ ഓടുന്നു? ഇതിൻ്റെ വയ്യത്തന്നെ പോകുന്നതെന്ന് എനിക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ 2 വർഷമായി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെയ്യം കാണാൻ പോകുന്നത്. ഇതെന്തിനാ വയ്യത്തന്നെ ഓടുന്നു? കോയിനക്കള്ള കൈതക്കള്ള എന്നും പറഞ്ഞ് ഓടുന്നു. കാട്ടിൽ പോയിട്ട് ആൾക്കാർ പോകുന്നു. ഇതിലെന്ത് ആനന്ദമാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണുള്ളത്. ചില ആൾക്കാർ സന്തോഷം കണ്ടെത്തുന്ന രീതി